നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് ഒടുവിൽ തൂക്കുകയറാണ് കിട്ടിയത്. പാലക്കാട് 4-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് നാടിനെ നടുക്കിയ ഈ ക്രൂരതയ്ക്ക് അർഹിച്ച പരമാവധി ശിക്ഷ വിധിച്ച് ഉത്തരവിട്ടത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ കുറ്റകൃത്യമെന്ന് നിരീക്ഷിച്ച കോടതി പ്രതിക്ക് യാതൊരുവിധ ഇളവുകൾക്കും അർഹതയില്ലെന്ന് വ്യക്തമാക്കി. കോടതി മുറിയിൽ ജഡ്ജിയെപ്പോലും വെല്ലുവിളിച്ച് അഹങ്കാരം കാണിച്ച പ്രതിക്ക് നിയമം നൽകിയ കടുത്ത പ്രഹരമായി മാറുകയായിരുന്നു ഈ വിധി പ്രസ്താവം. കേസിൽ ഇരട്ട കൊലപാതക കുറ്റം തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയപ്പോഴും യാതൊരുവിധ കുലുക്കവുമില്ലാതെയാണ് പ്രതി ചെന്താമര നിലകൊണ്ടത്. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് കോടതി മുറിയെ തന്നെ അമ്പരപ്പിച്ച പ്രതികരണം ഉണ്ടായത്. ഒരു ചെകിട്ടത്ത് അടിച്ചാൽ മറ്റൊരു ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയല്ല, എന്നെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്നായിരുന്നു പ്രതിയുടെ മറുപടി. ഇത് കേട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമവൃത്തങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചു. വിചാരണ നേരിടുമ്പോഴും ഏതൊരു സാധാരണ മനുഷ്യനിലും ഉണ്ടാകേണ്ടുന്ന ചെറിയൊരു ഭയമോ കുറ്റബോധമോ ഇയാളുടെ മുഖത്ത് തെല്ലും പ്രകടമായിരുന്നില്ല. താൻ കടന്നുപോയ അവസ്ഥ ജഡ്ജിക്ക് വന്നാൽ കാര്യം മനസ്സിലാകുമെന്നും എഴുതാനുള്ളത് എഴുതിക്കോളൂ എന്നും ജഡ്ജിയോട് പറഞ്ഞ പ്രതി തന്റെ അഹങ്കാരം തുടർന്നു. ജയിലിൽ കിടക്കുകയാണെങ്കിൽ ജോലി ചെയ്തു കിട്ടുന്ന പണം സുധാകരന്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഇയാൾ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് മാത്രമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക വസ്തുതയെന്നും ബാക്കിയെല്ലാം കളവാണെന്നും കോടതി പറഞ്ഞു. 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഇത് ചെന്താമരയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് സർക്കാർ നൽകണമെന്ന് വിധിയിലുണ്ട്. പ്രതിക്ക് സ്വന്തം തെറ്റിൽ യാതൊരുവിധ കുറ്റബോധവുമില്ലെന്ന് കോടതി കൃത്യമായി വിലയിരുത്തി. താൻ പുറത്തിറങ്ങിയാൽ സുധാകരന്റെ മക്കളെയും കുടുംബത്തെയും ഇനിയും വധിക്കുമെന്ന ഒളിഞ്ഞിരിക്കുന്ന ഭീഷണിയാണ് കോടതിയിൽ പ്രതി ഉയർത്തിയത്. ഒരു പ്രതികാര ദാഹം പോലെ ഇനിയും ആളുകളെ കൊല്ലുമെന്ന ഭാവത്തോടെയാണ് ഇയാൾ സംസാരിച്ചത്. ഈ സാഹചര്യത്തിൽ പ്രതി പുറത്തിറങ്ങുന്നത് സമൂഹത്തിന് വലിയ വിപത്താണെന്നും സുധാകരന്റെ മക്കളുടെ ജീവന് കടുത്ത ഭീഷണിയാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. 480 പേജുള്ള വിപുലമായ കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 132 സാക്ഷികളെയും 30-ലധികം നിർണായക രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു. വിചാരണാ വേളയിൽ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂറുമാറിയെങ്കിലും പ്രതി കൊലപാതകത്തിനായി വാൾ വാങ്ങിയ കടയുടമയുടെ മൊഴിയും രഹസ്യമൊഴികളും കേസിൽ നിർണായക തെളിവുകളായി മാറിയിരുന്നു.